ഗൈസ്, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവരെ മാത്രം നിങ്ങളുടെ പരസ്യം എങ്ങനെ കാണിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ആ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലെത്തുക. ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൂടെ കണക്റ്റഡ് ആയിരിക്കണം. ഓക്കെ, അതിനുവേണ്ടി ഞാൻ എൻ്റെ ഡാഷ്ബോർഡിൽ വന്നിട്ട് നിങ്ങളുടെ ഇവിടെ ലിങ്ക്ഡ് അക്കൗണ്ട്സ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ. ലിങ്ക്ഡ് അക്കൗണ്ട്സിൽ കയറിയാൽ നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂസർ നെയിം പാസ്വേഡ് അടിച്ചാൽ ഇവിടെ കണക്ട് ആക്കാൻ പറ്റും. അത് ഇവിടെ കണക്ട് ആക്കിയെന്ന് ഉറപ്പ് വരുത്തും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ പോകേണ്ടത് ഫേസ്ബുക്ക് ആഡ്സ് മാനേജറിലാണ്. ആഡ്സ് മാനേജർ വന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ ഓഡിയൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓഡിയൻസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് നമ്മൾ പുതിയ ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് കസ്റ്റം ഓഡിയൻസ് ആണ്. അതിവിടെ കസ്റ്റം ഓഡിയൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതായത് നമുക്ക് കുറേ ഓപ്ഷൻ ഉണ്ട് ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വെച്ചിട്ടുള്ള ഓഡിയൻസ് ആണ്. അതായത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ ഫോളോ ചെയ്യുന്നവരെയാണ് നമ്മൾ ഓഡിയൻസ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ഇവൻ്റാണ് നമുക്ക് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻ വരും. അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ട ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തവരെ മാത്രം നിങ്ങൾ ആഡ് കാണിക്കാൻ പറ്റും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ, നിങ്ങളുടെ അക്കൗണ്ടുമായിട്ട് എൻഗേജ് ചെയ്തവരെ, അതായത് നിങ്ങളുടെ പോസ്റ്റ് ഒരാൾ ലൈക്ക് ചെയ്തു അല്ലെങ്കിൽ കമൻറ്റ് ചെയ്തു, അങ്ങനെ എന്ത് വേണമല്ലോ, ഒരു പോസ്റ്റ് സേവ് ചെയ്തു, അപ്പം നിങ്ങൾ അക്കൗണ്ടുമായിട്ട് എൻഗേജ് ചെയ്തവരെ മാത്രം ഇതിൽ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അടുത്തായിട്ടുള്ളത് നിങ്ങളുടെ അക്കൗണ്ട് വിസിറ്റ് ചെയ്തവരെ, അവരൊന്നും ചെയ്തില്ല, ലൈക്കോ ഷെയർ ഒന്നും ചെയ്തില്ല, പക്ഷേ നിങ്ങൾ അക്കൗണ്ട് വന്ന് നോക്കി, അങ്ങനെയുള്ളത് നിങ്ങൾ ആഡ് കാണിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നിങ്ങളുടെ നിങ്ങൾ നേരത്തെ ചെയ്തേക്കുന്ന ഏതൊരു ആഡുമായിട്ട് അവർ എൻഗേജ് ചെയ്തു, അത് ലൈക്ക് ചെയ്തു, അങ്ങനെയുള്ളവരെയൊക്കെ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ അക്കൗണ്ടോട്ട് മെസ്സേജ് അയച്ചവരെ മാത്രം ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേജിലെ ഒരു ഫോട്ടോയോ വീഡിയോയോ റീലോ സേവ് ചെയ്തവരെ മാത്രം നിങ്ങളുടെ ആഡ് കാണിക്കാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ അതിലേതാണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ കൊടുക്കുന്നത് ഫോളോ ചെയ്യുന്നവരാണ്. എൻ്റെ പേജ് ഫോളോ ചെയ്യുന്നവരെ മാത്രം ഞാൻ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഓഡിയൻസിൻ്റെ നെയിം കൊടുക്കുന്നു. ഇപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റാ ഫോളോവർ എന്നുള്ള ഒരു പേജ് കൊടുക്കുന്നു. ഫോളോ എന്നുള്ള പേര് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പം ഞാനത് ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതിപ്പം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിവിടെ പോപ്പുലേറ്റ് ആവും. കുറച്ച് നേരം കഴിയുമ്പോൾ പോപ്പുലേറ്റ് ആയിക്കോളും. പക്ഷേ നമുക്ക് ഈ ഓഡിയൻസ് വെച്ച് തന്നെ ഇപ്പം തന്നെ നമുക്ക് ക്യാമ്പയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ക്യാമ്പയിനിൽ ഈ ഓഡിയൻസിനെ എങ്ങനെ സെലക്ട് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ക്യാമ്പയിൻസ് നമ്മൾ എടുക്കുന്നു. പുതിയൊരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ ക്രിയേറ്റ് എന്നുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാൻ. ഞാൻ ഇപ്പോൾ ഒരു വാട്സാപ്പ് ക്യാമ്പയിൻ എൻഗേജ്മെൻറ്റ് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടിന്യൂ കൊടുത്തു, എൻഗേജ്മെൻറ്റ് ക്യാമ്പയിൻ കൊടുത്തു, കണ്ടിന്യൂ കൊടുത്തു, മാനുവൽ എൻഗേജ്മെൻറ്റ് ക്യാമ്പയിനാണ് സെലക്ട് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെ ആഡ് സെറ്റ് ലെവലിലാണ് നമ്മൾ ബഡ്ജറ്റും നമ്മൾ ഓഡിയൻസിനെ സെലക്ട് ചെയ്യുന്നത്. ആഡ് സെറ്റ് ലെവലിൽ വന്നിട്ട് നമ്മുടെ പേജ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് പേജാണോ ആ പേജ് ആണെങ്കിൽ പേജ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എഡിറ്റ് എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ വേറെ പേജ് സെലക്ട് ചെയ്യാൻ പറ്റും. എൻ്റെ പേജ് ഇതാണ്, ഈ പേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇവിടെ ഓപ്ഷൻ ഉണ്ട് ഓഡിയൻസ്. ഇവിടെ അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസ് ആയിരിക്കും സെലക്ട് ആയി കിടക്കുന്നത്. അത് സ്വിച്ച് ടു ഒറിജിനൽ ഓഡിയൻസ് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇത് പറയുന്നവർ ഇത് യൂസ് ഒറിജിനൽ ഓഡിയൻസ് തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഓപ്ഷൻ വരും. എന്നിട്ട് ഇവിടെ കണ്ടില്ലേ, ഇവിടെ കസ്റ്റം ഓഡിയൻസ്, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത കസ്റ്റം ഓഡിയൻസിനെ ഇവിടുന്ന് സെർച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സെർച്ച് ചെയ്താൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ വരുന്നോളും. നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോൾ നമ്മളൊരു ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടുണ്ട്, അതിൽ വന്നിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് തന്നെ പേര് പോപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഓഡിയൻസ് എത്ര എണ്ണം ഉണ്ടെന്ന് അവിടെ പോപ്പുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇതിപ്പം എൻ്റെ ആഡ് കാണിക്കുന്നത് ഓൾറെഡി എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവരെ മാത്രമേ ആയിരിക്കും ഈ ആഡ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബട്ടൺ ഓഫ് ആക്കിയിടാം. ഇത് സെലക്ട് ചെയ്താൽ അവർ വേറെ ആൾക്കാരെ കുറച്ചുകൂടെ നമ്മളുടെ ആഡിന് റീച്ച് ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ആൾക്കാരെ ആഡ് കാണിക്കും, നമ്മുടെ ഈ ഫോളോവേഴ്സ് അല്ലാത്തവർ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ള പോലെ എല്ലാം നോർമൽ ചെയ്യുന്ന പോലെ എല്ലാം ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ പേജ് ഫോളോ ചെയ്യുന്നവരെ മാത്രം ഒരു ആഡ് കാണിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് എപ്പോഴാണ് ഇത് എഫക്റ്റീവ് എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ കുറേ ഫോളോവേഴ്സ് ഉണ്ട്, നിങ്ങൾ നല്ല കോണ്ടൻറ്റുകളാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങളുടെ കോണ്ടൻറ്റ് കണ്ടിട്ട് കുറേ പേര് ഫോളോ ചെയ്താൽ അതിനർത്ഥം നിങ്ങളുടെ പ്രോഡക്റ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസിൽ അവർക്ക് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അവരെ മാത്രം നിങ്ങൾ ആഡ് വീണ്ടും കാണിക്കുക. ഒരു ഓഫർ പറഞ്ഞ് വീണ്ടും ഒരു ആഡ് കാണിച്ചാൽ അവർ പെട്ടെന്ന് കൺവേർട്ട് ആവാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും ഇതുപോലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടൻറ്റ്സിലായിട്ട് ഈ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.